ഭാരത സർക്കാരും എല്ലാവരും എത്രയും ഈ പെട്രോളിന്റെ ഡീസലിന്റെ ലഭ്യത കുറച്ചിപ്പം ഹൈഡ്രജനിലേക്കൊക്കെ മാറുന്ന കാലം സാറിന് അറിയില്ല, ബസ്സൊക്കെ ഇലക്ട്രിസിറ്റി ആകാൻ പോകണം, ലൈൻ അല്ല ട്രെയിൻ മൊത്തം അതാവുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ മാറ്റങ്ങൾ വരുന്ന സമയത്ത് സൗഹാർദ്ദമാണ്. അപ്പൊ ഇത്രയും ഈ മില്യൺ കണക്കിനുള്ള ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും ഉപയോഗം കുറക്കുക എന്ന് പറഞ്ഞത് നമ്മളെ ഈ കോഴിക്കോടിന്റെ ഒരു മുഖച്ഛായ ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ടൗൺ കോഴിക്കോടെ മാറും. കാരണം എല്ലാവർക്കും ഇവിടെ വന്നേ പോകാൻ പറ്റുള്ളൂ. ഇത് ഗേറ്റ് വേ ഓഫ് കേരളമായി മാറും ഇന്ത്യക്കില്ലേ. മാത്രമല്ല ഈ ടൂറിസം കൂടും. വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്കും ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർക്ക് വരാൻ വളരെ എളുപ്പമായിരിക്കും. അബ്ദുക്ക് ഇത് സംബന്ധിച്ചുള്ള പ്രൊജക്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് അവിടെ നിന്നുള്ള മറുപടികൾ? അത് നല്ലൊരു സമീപനമാണ് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് തിരിച്ചു കിട്ടിയത്. മാത്രമല്ല എല്ലാത്തിനും ഒരു പഠനം അവർ നടത്തണമല്ലോ. പക്ഷെ അവര് നടത്തേണ്ട എന്തൊക്കെയാണോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ട് ഇതിനെല്ലാം വരും പരാതികളും കാര്യങ്ങളും A to Z നല്ല 6 പേജിലുള്ള ഒരു ഫയലാണ് കൊടുത്തത്. നല്ല ആശാപരമായിട്ടുള്ള, അതായത് പോസിറ്റീവായിട്ടുള്ളൊരു റിയാക്ഷനാണ് കിട്ടിയത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനത്തെ പുതിയ പുതിയ പദ്ധതികളും ആശയങ്ങളും എല്ലാ ആളുകളും അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ മാത്രമല്ല കേരളത്തിന് എന്തെങ്കിലും ഒരു ബിഗ് പ്രൊജക്ട് കൊടുക്കണം എന്നുള്ള ഒരു ഇതിലാണ്. അതൊന്ന് പിന്നെ നമ്മളെ ഈ എയിംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് തൃശ്ശൂർ എറണാകുളത്തേക്ക് വരും. അപ്പൊ ഇതുവരെയാണ് കേരളത്തിന് മൊത്തം വന്ന ഒരു പദ്ധതിയായി വരും. ഇത് നോക്കൂ, ഇതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു കൊല്ലത്തിന് മേലെ ഇന്ന് വരെ ഒരു പരിസ്ഥിതി പ്രവർത്തകർ ഇതിനെതിരെ ഒന്നും പറയുന്നില്ല. മറ്റേ ഏതൊരു പദ്ധതി വരുമ്പോഴും ആദ്യം പരിസ്ഥിതി പ്രവർത്തകരാണല്ലോ അതിനടങ്കൂടുക. അത് ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ ആർക്കും പറയാൻ പറ്റാത്ത നമ്മൾ കൃത്യമായിട്ടുള്ള ഈ 20 കൊല്ലത്തെ എൻ്റെ ജീവിത അനുഭവ പാഠം കൃത്യമായിട്ട് പറയും. ഇത് ഫോറസ്റ്റ് ഇല്ല, വനല്ല, ഒരു എലഫന്റ് ക്രോസിംഗ് പോലും നശിക്കാൻ കഴിയില്ല, ഒരു കുരങ്ങന്റെ ആവാസ വ്യവസ്ഥ പോലും നശിക്കാതെ ഈ റൂട്ടിന് ഇത്രയും 185 സ്ക്വയർ കിലോമീറ്റർ വനം വെച്ചതിന് തുല്യം എന്ന് പറഞ്ഞോട് കൂടിയാണ്. മറ്റു കേരളത്തിന്റെ കാര്യം അറിയാലോ, ഏത് കാര്യം വന്നാലും ഞാൻ അടക്കല്ല പരിസ്ഥിതി പ്രവർത്തകർ ആദ്യം ജയ് വിളിക്കും. പക്ഷെ ഇത് കൊടി പിടിക്കും. ഇതുവരെ ഇല്ലാത്ത കാരണം ഈ പദ്ധതി മരം മുറിക്കേണ്ടതല്ല, ലക്ഷം തെങ്ങും കഴിഞ്ഞൊക്കെ മുറിക്കണം. 1 മീറ്റർ പോലും വനം കട്ട് ചെയ്യണ്ട. ഒരു എലഫന്റ് ആന നടന്നു പോണ വഴി ആണ്. അതൊക്കെ ഏറ്റവും വലിയ പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആനത്താരന്റെ ഒക്കെ പഠിക്കണവർക്ക് അറിയാം. അങ്ങനത്തെ യാതൊരു വിധ റെസ്ട്രിക്ഷനും ഇല്ലാതെ അടിവാരത്ത് ടൗണിൽ നിന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കൽപ്പറ്റ വന്നു കഴിഞ്ഞാൽ